2 ദിനവൃത്താന്തം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശലോമോൻ യഹോവയുടെ ആലയവും തന്റെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം ഹൂരാം ശലോമോന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ചു. അവിടെ ഇസ്രായേല്യരെ പാർപ്പിച്ചു. അനന്തരം ശലോമോൻ ഹമാത്ത് സോബയിലേക്ക് പോയി അതിനെ ജയിച്ചു. അവൻ മരുഭൂമിയിൽ തദ്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ചു. അവൻ മേലത്ത് ബേത് ഹോരോനും താഴത്തെ ബേത് ഹോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും ശലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകല രഥനഗരങ്ങളും കുതിരച്ചേവർക്കുള്ള പട്ടണങ്ങളും യെരുശലേമിലും ലെബാനോനിലും തന്റെ രാജ്യത്ത് എല്ലായിടവും പണിവാൻ ശലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. ഹിത്യർ, അമോര്യർ, പെരിഷ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിങ്ങനെ ഇസ്രയേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രയേല്യർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്നുവരെയും ഊഴിവേലക്കാരാക്കി. ഇസ്രയേല്യരിൽ നിന്നോ ശലോമോൻ ആരെയും തന്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല. അവർ യോദ്ധാക്കളും അവന്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ചേവർക്കും അധിപന്മാരുമായിരുന്നു. ശലോമോൻ രാജാവിന്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിന്റെ മേൽവിചാരകന്മാരുമായ ഇവർ 250 പേരായിരുന്നു. ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്കു വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യ പാർക്കരുത്, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശുദ്ധമല്ലോ എന്നു അവൻ പറഞ്ഞു. ശലോമോൻ താൻ മണ്ഡപത്തിനു മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നതുപോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസ്യകളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ വാരോത്സവത്തിൽ കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചുപോന്നു. അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾ കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടും ഉണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിതു തീർന്നു. ആ കാലത്തും ശലോമോൻ ഏദോം ദേശത്ത് കടൽക്കരയിലുള്ള എസ്യോൻ ഗേബേരിലേക്കും ഏലോത്തിലേക്കും പോയി ഹൂരാം തന്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്രപരിചയമുള്ള ആളുകളെയും അവന്റെ അടുക്കൽ അയച്ചു. അവർ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഓഫീരിലേക്ക് ചെന്ന് 450 താലന്ത് പൊന്നു വാങ്ങി ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു.